ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇതെൻ്റെ ഒരു പഴയ ചെരുപ്പാണ്. നിങ്ങൾക്കും ഇതുപോലത്തെ ഒരുപാട് പഴയ ചെരുപ്പുകളുണ്ടാവും. നമുക്ക് ഈ ചെരുപ്പുകളൊക്കെ ഒന്ന് പുതിയതാക്കി എടുത്താലോ? ആദ്യം നമുക്ക് ഈ ചെരുപ്പിനെ ഒന്ന് കഴുകിയെടുക്കാം. കുറച്ച് വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുത്തതിന് ശേഷം, പഴയ ചെരുപ്പായതുകൊണ്ട് തന്നെ അതിലൊരുപാട് കറകളുണ്ട്. കറകളെ കുറച്ച് ബ്ലീച്ചിങ് പൗഡറും ഇത്തിരി വെള്ളവും നമ്മൾ ഒഴിവാക്കിയ പഴയ ബ്രഷ് കൊണ്ട് ഇത് രണ്ടും കൂടെ നല്ലോണം ഈ ചെരുപ്പിൽ തേച്ച് പിടിപ്പിക്കണം. നിങ്ങൾക്ക് ഈ ചെരുപ്പ് കണ്ടാൽ അറിയാം, നല്ലോണം കറുപ്പ് കറകൾ ആ ചെരുപ്പിൽ വന്നിട്ടുണ്ട്. കറുപ്പ് കറകൾ മാറാൻ ഏറ്റവും നല്ലത് ബ്ലീച്ചിങ് പൗഡറാണ്. നമ്മൾ ഒരുപാട് ഇട്ട് ഉരയ്ക്കേണ്ട, പെട്ടെന്ന് ഇത് പോയി കിട്ടും. നമുക്കിത് നല്ലോണം ഈ ചെരുപ്പിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ക്ലീനാക്കി എടുത്ത ചെരുപ്പാണിത്. നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലൈസ് വേണം. പഴയ ലൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. തുന്നി പിടിപ്പിക്കാൻ ഒരു നൂലും സൂചിയും വേണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പഴയ ലൈസിലെ ഓരോ പൂക്കളും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതുപോലെ ഓരോ പൂക്കൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. അല്ല, നിങ്ങൾക്ക് അത് ലൈസ് പോലെ തന്നെ വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ പൂക്കളായിട്ടാണ് തുന്നി പിടിപ്പിക്കുന്നത്. ഇതാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്ത പൂക്കൾ. ഇനി നമുക്ക് ഈ കളർ പോയ ഭാഗത്ത് ഈ ഓരോ പൂക്കൾ തുന്നി ചേർക്കാം. അത് തുന്നി ചേർക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സോ എന്ത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ ഈ പൂക്കൾ ഇടകലർത്തിയാണ് വയ്ക്കുന്നത്. ഈ 2 പൂക്കളും കൂടെ വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ടാണത്. പഴയ ചെരുപ്പാണെന്ന് തോന്നുകയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.